നമസ്കാരം. ഏഷ്യ പസഫിക് മേഖലയിലെ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിർണായകമായ ഒരു മാറ്റത്തിന് വഴിതെളിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പ്രതിരോധ ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് സ്വന്തമാക്കാൻ വിയറ്റ്നാം ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രതിരോധ മേഖലയിൽ ചർച്ചയാകുന്നത്. കേവലം മിസൈലുകൾ മാത്രമല്ല, ഇന്ത്യൻ നിർമ്മിത യുദ്ധക്കപ്പലുകളും വിയറ്റ്നാം നാവികസേനയുടെ ഭാഗമാകാൻ പോകുന്നു. എന്താണ് ഈ കരാറിന്റെ പ്രാധാന്യം? ഇത് മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. വർഷങ്ങളായി നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് വിയറ്റ്നാം ബ്രഹ്മോസ് മിസൈലുകൾക്കായി ഇന്ത്യയുമായി ഔദ്യോഗിക കരാറിലേക്ക് നീങ്ങുന്നത്. കരയിൽ നിന്നും കടലിൽ നിന്നും തൊടുക്കാവുന്ന ഈ മിസൈലുകൾ വിയറ്റ്നാമിന്റെ പ്രതിരോധ നിരയ്ക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് ശത്രുക്കളുടെ റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനം തകർക്കാൻ ശേഷിയുള്ളതാണ്. ദക്ഷിണ ചൈന കടലിൽ തങ്ങളുടെ തീരപ്രദേശങ്ങൾ സംരക്ഷിക്കാനും സമുദ്രാതിർത്തിയിലെ വെല്ലുവിളികളെ നേരിടാനും വിയറ്റ്നാമിന് ഈ മിസൈലുകൾ വലിയ മുതൽക്കൂട്ടാകും. ഫിലിപ്പീൻസിന് ശേഷം ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്ന രണ്ടാമത്തെ ആസിയാൻ രാജ്യമായി വിയറ്റ്നാം ഇതോടെ മാറും. മിസൈലുകൾക്ക് പുറമെ ഇന്ത്യൻ നിർമ്മിത നാവിക കപ്പലുകൾക്കായും വിയറ്റ്നാം വലിയ താൽപ്പര്യമാണ് പ്രകടിപ്പിക്കുന്നത്. ഇന്ത്യ നൽകുന്ന ഏകദേശം $100 മില്യൺ ക്രെഡിറ്റ് ലൈൻ ഉപയോഗിച്ച് ഹൈസ്പീഡ് ഗാർഡ് ബോട്ടുകൾ വിയറ്റ്നാം നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം കൂടുതൽ വലിയ യുദ്ധക്കപ്പലുകളും കോർവെറ്റുകളും ഇന്ത്യയിൽ നിന്ന് ഓർഡർ ചെയ്യാൻ വിയറ്റ്നാം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ ഷിപ്പ്യാർഡുകൾ നിർമ്മിക്കുന്ന അത്യാധുനിക കപ്പലുകൾ വിയറ്റ്നാം നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കും. സാങ്കേതിക വിദ്യ കൈമാറുന്നതിനും സംയുക്ത ഉൽപാദനത്തിനുമുള്ള ചർച്ചകളും ഇതിനൊപ്പം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കരാർ ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നത്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, പ്രതിരോധ കയറ്റുമതിയിൽ ഒരു ആഗോള ഹബ്ബായി മാറാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യം. 2, ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം. വിയറ്റ്നാമിനെ പോലെയുള്ള ഒരു സുഹൃത്ത് രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ മേഖലയിൽ ഒരു ശക്തി സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളിൽ ഒന്നാണ് വിയറ്റ്നാം. ഈ പുതിയ കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം എത്രത്തോളം ദൃഢമാണെന്ന് തെളിയിക്കുന്നു. ചുരുക്കത്തിൽ, ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയിലുള്ള ലോകരാജ്യങ്ങളുടെ വിശ്വാസമാണ് ഈ കരാറിലൂടെ വ്യക്തമാകുന്നത്. ബ്രഹ്മോസ് മിസൈലുകളും യുദ്ധക്കപ്പലുകളും വിയറ്റ്നാമിലെത്തുന്നതോടെ തെക്കുകിഴക്കൻ ഏഷ്യയിലെ സുരക്ഷാ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കപ്പെടും. വരും മാസങ്ങളിൽ കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിരോധ രംഗത്തെ ഈ വമ്പൻ നീക്കങ്ങൾ ഏഷ്യൻ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി.